Hi guys, welcome back to my YouTube channel. ഇന്ന് താമസിച്ച് എണ്ണീറ്റത് കൊണ്ട് എനിക്ക് എവിടെയും പോകാനുള്ള പ്ലാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ സൺഡേ ആണ്, അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ പുറത്ത് പോയി നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വേറൊക്കെ കാലിയാക്കി കുറച്ചുകൂടെ വിശന്നിട്ട് വെളിയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാൻ പോയാലോ? ഇവിടെ ഞാനിപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. ഞാൻ സാധാരണ ഈ ഒരു കട കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞാൻ എന്താ പറയുക, നല്ല മലയാളി ഫുഡ് കിട്ടേണ്ട റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നോക്കിയപ്പം ഒന്ന് മലബാർ, ഒന്ന് തലശ്ശേരി റെസ്റ്റോറൻറ്റ് മാത്രമേ നമുക്കറിയാവുന്നതായിട്ട് അതേ ഉള്ളൂ. ശേഷം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്താണ് ഈ ഒരു കട ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ കടയിൽ പോയി നമുക്ക് നല്ല അടിപൊളി ചട്ടിച്ചോറ് കഴിക്കാം. അങ്ങനെ നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വടവല്ലിയിലുള്ള ഷിജീസ് ക്യുസൈൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ആദ്യം കണ്ടുപിടിക്കുന്നത് സൊമാറ്റോ വഴിയാണ്. അതിനുശേഷം ഗൂഗിൾ മാപ്പ് ഇട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വന്നാലും കാലിയായിരിക്കും, ആരും ഉണ്ടാവില്ല കസ്റ്റമേഴ്സ്. ഇവിടെ ഓൺലൈൻ ഓർഡേഴ്സ് ആയിരിക്കും കൂടുതൽ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും ഇവിടെ ഉണ്ടായിരിക്കും. ചട്ടിച്ചോറ് മാത്രമല്ല, പാലപ്പം, കപ്പ, മീൻ വറുത്തത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഓൺലൈൻ ഓർഡേഴ്സാണ് ഇവിടെ കൂടുതൽ. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ 5-6 സ്വിഗ്ഗി സൊമാറ്റോക്കാർ മാത്രം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇരുന്നത്. അതിനുശേഷം ഒരു 2 പേരൊക്കെ വന്നായിരുന്നു. ഞാൻ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അതിനകത്ത് ഒരുപാട് കറികളുള്ളത് കാരണം കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു അത് ഉണ്ടാക്കി നമുക്ക് തരാനായിട്ട്. അങ്ങനെ ഞാൻ ലാവിഷായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അധികം തിരക്കൊന്നുമില്ല, സമാധാനത്തോടൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ ചട്ടിച്ചോറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചിക്കൻ്റെ പല വെറൈറ്റി കറികളാണ് അവർ തന്നിരിക്കുന്നത്. ചിക്കൻ നമ്മുടെ നാട്ടിലെ ചിക്കൻ കറി, പിന്നെ ചിക്കൻ 65, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വണ്ടി എടുത്ത് വെറുതെ ഒന്ന് ചുറ്റാന്ന് വിചാരിച്ച് അവിടുന്ന് ഇറങ്ങി. ഹായ് ഗായ്സ്. അയ്യോ എൻ്റെ ദൈവമേ, ഒരു അബദ്ധം പറ്റിയെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തില്ല. അത് സത്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തേ ഇല്ലായിരുന്നു. ഒരു വിധത്തിൽ അത് കഴിച്ചെന്ന് വേണം പറയാം. എൻ്റെ ഇവിടെ വരെയും നിറഞ്ഞിരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട്. ഇപ്പോൾ ഉള്ളത് തൊണ്ടമുത്തൂർ റോഡിലാണ്. ചുമ്മാ വണ്ടി എടുത്ത് ഇതിലൊക്കെ ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയാണ്. തിരിച്ചു പോവുക. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പം ഇന്നത്തെ പ്ലാനുകൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക, വെള്ളത്തിലായതുപോലെ ആയിപ്പോയി. രാവിലെ തന്നെ നേരത്തെ എണ്ണീക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ എണ്ണീറ്റ് ആ പ്ലാനും പോയി. നാട്ടു റോഡിൽ നിൽക്കുക. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. എനിക്ക് വീട്ടിൽ പോയി കുറച്ച് നേരം കഥ കാണണം. കാരണം എനിക്ക് ഉറക്കം വന്നിട്ടിരിക്കാൻ വയ്യ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ള ആദിയോഗി ഇഷ യോഗ ഫൗണ്ടേഷൻ ശിവ സ്റ്റാച്യൂവിൻ്റെ അങ്ങോട്ടേക്ക് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. അവിടെ വരെ ഓടിച്ചെത്തി. അപ്പോൾ ഇനി എന്തായാലും തിരിച്ച് ഞാൻ പോവാം വീട്ടിലേക്ക്. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം നമ്മളിതാ ബ്രൂക്ക്ഫീൽഡ്സിലെത്തി. ചുമ്മാ ഒന്ന് ബ്രൂക്ക്ഫീൽഡ്സൊക്കെ ഒന്ന് ചുറ്റി കണ്ടേച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഫസ്റ്റ് ഞാൻ വന്നത് നമ്മുടെ മിനിസോയിലാണ്. എനിക്ക് ബ്രൂക്ക്ഫീൽഡ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരേ ഒരു ഷോപ്പ് മിനിസോ മാത്രമാണ്. ഞാൻ ഈ ഒരു സാധനം വാങ്ങി. അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ പൂരപ്പറമ്പി വന്ന അവസ്ഥയായിപ്പോയി. ഭയങ്കര തിരക്ക്. മാത്രമല്ല ഇന്നിവിടെ കാറിൻ്റെ എക്സിബിഷനോ ട്രയലോ ഏതാണ്ടൊക്കെ ആയിരുന്നു. ഞാനും കാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നേച്ച് പയ്യെ ഇറങ്ങി. ഗായ്സ്, അങ്ങനെ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഒരു എത്ര മണിയായി? 9:10, രാത്രി 9:10 ആയി. തിരിച്ച്
വണ്ടി എടുക്കാനായിട്ട് പോവാം. ഞാൻ ബ്രൂക്ക് പാർക്കിങ്ങിലല്ല സാധാരണ വണ്ടി വെക്കാറ്. ഇവിടെ പുറത്ത് ബ്രൂക്ക് ഫീൽഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കട്ടുണ്ടോ, കട്ടിനകത്താണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാറ്. അവിടാണെങ്കിൽ നമുക്ക് വേഗം എന്താ പറയുക വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകാം. പാർക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്കാണെങ്കിൽ നമ്മൾ ബില്ല് പാർക്കിംഗ് ഫീ ഒക്കെ അടച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേന് കുറേ ലേറ്റ് ആകും. അതാകുമ്പോൾ സുഖമായിട്ട് സൗകര്യം പോലെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകാം. ചേട്ടാ എൻ്റെ വണ്ടിയും ഞാനും അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ എൻ്റെ വാതിലൊന്ന് തുറക്കട്ടെ. ഈ പ്ലാൻ ചെയ്യാത്തൊരു ദിവസമായതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചു, എവിടേക്കോ പോയി, ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാലും സാരമില്ല, എന്തായാലും ഞാൻ ഹാപ്പി. ഒരു മിനിറ്റ് വരാം. വെക്കാൻ പോലും ഇടയില്ല, ഫുൾ അലങ്കോലമായി കിടക്കുകയാണ്. ആക്ച്വലി സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോകുന്ന ദിവസമാണ്. ഒരു സിംഗിൾ സൺഡേ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ അത്യാവശ്യം അടുത്ത് വീടൊക്കെ ഉള്ളവരൊക്കെ വേഗം നാട്ടിൽ പോകും. അത് കാരണം എൻ്റെ ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവരും നാട്ടിൽ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബിൽഡിങ്ങിൽ ഒറ്റയ്ക്ക്. ഞാനിപ്പോൾ ടെറസിലൊന്ന് പോകാം. സാധാരണ ഞാനിങ്ങനെ രാത്രിയിലൊന്നും ഇവിടെ ഇറങ്ങാറുള്ളതല്ല, കാരണം അതിന് നേരമില്ലാത്തത് കൊണ്ടാണ്. ജോലിയുള്ള ദിവസം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ പെരയ്ക്കകത്ത് തന്നെ ഇരിക്കും, വേറെ പണിയൊന്നുമില്ല, ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെട്ടമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വെളിയിൽ കൂടെ നടക്കാൻ നല്ല സുഖമാണ്, നല്ലൊരു തണുപ്പ്, നല്ലൊരു സമാധാനം. ഇന്ന് ഈ ബിൽഡിങ്ങിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലൊരു സമാധാനമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബഹളവും. എൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നവരുമായിട്ട് ഞാൻ അത്ര കമ്പനിയല്ല, അതിൻ്റെ തൊട്ടപ്പുറേ താമസിക്കുന്നവരുമായിട്ടാണ് ഞാൻ കമ്പനി ഉള്ളത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറേ താമസിക്കുന്ന ആ കമ്പനി ഇല്ലാത്തവർ, അവരാണെങ്കിൽ ഈ സ്ട്രീറ്റ് ഫുള്ള് കേൾക്കാവുന്ന രീതിയിലാണ് ടി വിയും വെച്ചിരുന്ന് എന്താ പറയുക സിനിമ കാഴ്ചയും പാട്ട് കേൾക്കലും ഒക്കെ ഒരു സമാധാനം തരില്ല. ഈവൻ അവരിവിടെ ഉണ്ടെങ്കിൽ അവരുടെ ടി വി റെസ്റ്റുള്ളൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെന്താ, എനിക്ക് ഈ ഒരു വീടും ഈ സ്ഥലവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഈറോഡ് ഉണ്ടായിരുന്നപ്പം അവിടെ അവിടുത്തെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അവിടെ ചെയ്തിരുന്നത്, സോറി. അപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക പർച്ചേസ് ചെയ്തു. വലിയ പർച്ചേസിംഗ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ, എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കുറേ ഇരിപ്പുണ്ട്. മേക്കപ്പ് സാധനമല്ല, ആക്ച്വലി ഞാൻ ഡെയിലി ഒരുങ്ങുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിന് മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ഈ ഒരു ഓർഗനൈസർ വാങ്ങിച്ചു മിനിസോയിന്ന്. സൂപ്പർ സാധനം, 170 രൂപ ഉള്ളൂ ഈ ഒരു സാധനം. പിന്നെ ഒരു സോപ്പ് ട്രേ അതും വാങ്ങിച്ചു. 2 സാധനമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. സമയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ അധികം സാധനമൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഇന്നത്തെ ദിവസമേ അങ്ങ് ഉറങ്ങി പോയത് കാരണം പിന്നെ ഓടിപ്പോയി സാധനം വാങ്ങിച്ചിട്ട് ഓടി തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ടൊന്നും വാങ്ങിക്കാനും നേരം കിട്ടിയില്ല. ഉള്ള കൈ കിട്ടിയ ഇത്രയും സാധനം വാങ്ങിക്കണമെന്ന് തോന്നി, അതങ്ങ് വാങ്ങിച്ചു ഇറങ്ങി. പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു സിംഗിൾ സൺഡേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. കുറച്ചുകൂടെ പ്ലാൻ ചെയ്യുമായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാമായിരുന്നു. ആ ഉച്ചക്കത്തെ ആ ഒരു ഫുഡ് ചട്ടിച്ചോറ് കഴിച്ചതോടെ ഞാൻ ഡിമ്മായി പോയി.
ഡിമ്മല്ല, ഫ്ലാറ്റ് ആയി പോയെന്ന് തന്നെ പറയാം. കാരണം അത് കഴിച്ചിട്ട് എനിക്ക് ഒരടി നടക്കാൻ മേല, എനിക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കാൻ മേല. പിന്നെ എനിക്ക് എവിടെയും പോകാനായിട്ട് പറ്റിയില്ല. തൊണ്ടമുത്തൂർ റോഡ് കുറെ പോയിട്ട് ദേവരായപുരം അവിടെ വരെ എത്തി. അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളായിരുന്നു ഇഷായോഗ സെന്ററിലേക്ക്. എന്നാ അവിടെ വരെ എത്തിയല്ലേ, അവിടെ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മഴ പെയ്തത്. പിന്നെ ഞാൻ ആ പ്ലാൻ അവിടെ കളഞ്ഞേച്ച് തിരിച്ചെന്നാ വരാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര ഉറക്കം കാരണം എനിക്ക് ഒന്നും വയ്യ, വണ്ടി ഓടിക്കാനും മേല. എനിക്കാണെങ്കിൽ ഒരുപാട് കഴിച്ചാലും ഒരുപാട് യാത്ര ചെയ്താലും നല്ല ക്ഷീണമായിരിക്കും, നല്ലപോലെ ഉറക്കവും വരും. അത് കാരണം ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് പോകാനും നോക്കിയില്ല. പിന്നെ ഞാൻ തിരിച്ചിങ്ങ് പോന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു സൺഡേ പോയി. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ പുതിയ മൈക്കിലുള്ള വ്ളോഗാണിത്. ഞാൻ നല്ലപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ നമ്മുടെ വോയിസ് മാത്രം ക്ലിയർ ആയിട്ട് കിട്ടും ഈ ഒരു മൈക്കിന്. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കമന്റ് സെക്ഷനിൽ ഇതിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാതെ വീഡിയോസ് ഒക്കെ എടുക്കണം, നല്ല മൈക്കൊക്കെ വെച്ച് വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ എടുക്കണം, എന്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല മൈക്കാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.